പട്ടികജാതി ക്ഷേമത്തിനുള്ള കോടികൾ പാഴാക്കി സംസ്ഥാന സർക്കാർ 6458 കോടി രൂപയാണ് സർക്കാർ പിടിപ്പുകേടിൽ നഷ്ടമായത്. സംസ്ഥാന സർക്കാർ 2025 ജനുവരിയിൽ പുറത്തിറക്കിയ സാമ്പത്തിക അവലോകനം 2024ലാണ് ഈ കണക്കുകളുള്ളത്. സംസ്ഥാന സർക്കാർ പട്ടികജാതി ഉപപദ്ധതി നിയമം പാസാക്കണമെന്നും ആവശ്യം ശക്തമായി ഉയരുകയാണ്. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, എന്താണ് ആ കണക്ക്? വീണ, സംസ്ഥാനത്ത് പട്ടികജാതി വികസന വകുപ്പിനും ഒപ്പം തന്നെ ചില ഉപപദ്ധതികൾക്കുമായി കോടികളാണ് ഓരോ വർഷവും സംസ്ഥാന ബജറ്റിൽ വകയിരുത്തുന്നത്. പക്ഷേ ഈ വകയിരുത്തുന്ന തുക, ബജറ്റിൽ വകയിരുത്തുന്ന തുക എത്രത്തോളം വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്കയായി ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ പുറത്തു വന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് 2024-25 വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ജനുവരിയിൽ പുറത്തു വന്നിരുന്നു. ഇതിലാണ് ഈ പട്ടികജാതി വികസന വകുപ്പിനും ഒപ്പം തന്നെ പട്ടികജാതി ക്ഷേമത്തിനും ഉപപദ്ധതികൾക്കുമായി നൽകിയിട്ടുള്ള കോടികളിൽ ഏകദേശം 6458 കോടി രൂപ ലാപ്സ് ആയതായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നത്. ആകെ പട്ടികജാതി ഉപപദ്ധതി വിഹിതമായി 22,817 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. അതിൽ പട്ടികജാതി വികസന വകുപ്പിനായി 12,536 കോടി രൂപയും വകയിരുത്തുകയും ചെയ്തു. 10,281 കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ലൈഫ് അടക്കമുള്ള പദ്ധതികൾക്ക് ഈ പട്ടികജാതി വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകാനായി വകയിരുത്തിയത്. പക്ഷേ ഇതിൽ ചെലവഴിച്ചതാകട്ടെ നാമമാത്രമായ തുകയാണ് എന്നുള്ളതാണ് ഈ അവലോകന റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. അതിൽ ലാപ്സായ തുക നോക്കുകയാണെങ്കിൽ ഏകദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 7,341 കോടി രൂപ വിനിയോഗിച്ചു എന്ന കണക്ക് വരുമ്പോൾ തന്നെ ലാപ്സ് ആക്കിയത് 2,940 കോടി രൂപയാണ്. ലാപ്സ് ആക്കിയ ആകെ ഈ 8 വർഷത്തിനിടയിൽ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് ചെലവഴിച്ചതിൽ ലാപ്സ് ആക്കിയ തുക 6,458.66 കോടി രൂപയാണ്. അതായത് വിവിധ പദ്ധതികൾ പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഈ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ഒപ്പം തന്നെ ലാപ്ടോപ്പ് അടക്കം നൽകുന്ന പദ്ധതികൾ, അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ അവർക്ക് നൽകുന്ന ക്ഷേമ പദ്ധതികൾ, അവർക്ക് നൽകുന്ന ഗ്രാന്റുകൾ അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഈ തുക വകയിരുത്തുന്നത്. പക്ഷെ ഇതൊന്നും കൃത്യമായി അർഹരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് P. സുധീറാണ് ഈ കണക്കുകൾ അടക്കം നൽകിക്കൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. കൃത്യമായ ഒരു നിയമം പാസ്സാക്കണം, ഒപ്പം തന്നെ ഈ ചെലവഴിക്കാനുള്ള തുക അത് കൃത്യമായി ചെലവഴിക്കേണ്ടതാണ്. ബജറ്റിൽ വകയിരുത്തുക മാത്രമല്ല, അത് അർഹരായവരിലേക്ക് എത്തണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. കൃത്യമായി ഇതിൽ അന്വേഷണം അടക്കം വേണം. അതായത് ഈ തുക ചെലവഴിക്കാതെ ലാപ്സായി പോയതാണോ, അതോ മറ്റേതെങ്കിലും പേരിൽ തുക തട്ടിയെടുത്തതാണോ, അഴിമതി നടത്തിയതാണോ എന്നത് കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാർ നൽകണം. പട്ടികജാതി വികസന വകുപ്പും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൽ വ്യക്തത നൽകണമെന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന KPMSന്റെ സംസ്ഥാന സമ്മേളനത്തിലടക്കം മുഖ്യമന്ത്രി ആവർത്തിച്ചൊരു കാര്യം ആലപ്പുഴയിലുണ്ട്. എല്ലാ പദ്ധതികൾക്കും കൃത്യമായി പണം വിനിയോഗിക്കുന്നു, പ്രത്യേകിച്ച് പട്ടികവർഗ വിഭാഗക്കാർക്ക് കൃത്യമായി വകയിരുത്തുന്ന തുക അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നൊരു അവകാശവാദം മുഖ്യമന്ത്രി തന്നെ ഉയർത്തുകയും ചെയ്യുന്നു. അതിന് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ലാപ്സ് ആയ കോടികളുടെ കണക്കുകൾ പുറത്തു വരുന്നത്. 1-2 കോടികളല്ല, 6,458 കോടി എന്ന് പറയുമ്പോൾ വലിയ ഒരു തുകയാണ്. അത് കൃത്യമായി അർഹരിലേക്ക് എത്താതെ ഏറ്റവും സാധാരണക്കാരായ സാധാരണ മനുഷ്യർ ദുരിതം അനുഭവിക്കുമ്പോഴാണ് ഇത്രയധികം കോടികൾ സർക്കാർ തന്നെ അറിഞ്ഞുകൊണ്ട് പാഴാക്കി കളയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം കഴിഞ്ഞ 8 വർഷത്തെ കണക്കുകളാണ് ഇത്. ഇനിയും തുക വിനിയോഗിക്കാനുണ്ട്, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ നൽകാൻ സമയമുണ്ട്. സമയപരിധിക്കുള്ളിലെങ്കിലും അർഹരിലേക്ക് പദ്ധതികളും ഒപ്പം തന്നെ ഈ തുകയും എത്തണമെന്നൊരു ആവശ്യവും BJP മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ശരി ശാലിനി.